Cock, Wala, Story of a Bangle. Director Motion. Writer അർഷദിനെ അറിയാലോ. അതുപോലെ തന്നെ പുഴു, കഠിനകഠോരമി, അണ്ടകടാഹം, അത് ഡയറക്റ്റ് ചെയ്തത് മോഷനാണ്. ആ ടീമിൻ്റെ പുതിയ സിനിമയാണ് വള. DOP അഫ്നാസ് വി, എഡിറ്റർ സിദ്ദിഖ് ഹൈദർ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വർക്ക് തന്നെയാണ്. പിന്നെ ഗോവിന്ദ് വസന്തയാണ് ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒന്ന് രണ്ട് നല്ല പാട്ടുകളുണ്ട്, പടത്തിൻ്റെ മൂഡ് പിടിച്ചിട്ടുള്ള പാട്ടുകൾ. പിന്നെ സ്കോർ അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ പുള്ളി നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദി സോങ് ഉണ്ട്, വിജയരാഘവനും ശാന്തികൃഷ്ണനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനുള്ള, അത് നൈസ് സോങ് ആയിരുന്നു. പിന്നെ റാപ്പ്, അങ്ങനെ മൊത്തത്തിൽ. പിന്നെ ഗോവിന്ദ് വസന്ത ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു കാരിക്കേച്ചർ, ഓവർ ദ ടോപ്പ് ക്യാരക്ടർ. സൗണ്ടും പരിപാടി അതുപോലെ തന്നെ ടെക്നിക്കലി നല്ലതായിരുന്നു. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ധനുഷ് നായനാർ, മിക്സ് ചെയ്തിരിക്കുന്നത് വിപിൻ നായർ. പിന്നെ ഇതിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു ഫൈറ്റും ഉണ്ട്, ലുക്മാൻ്റെ ഒക്കെ ഒരു പരിപാടി. കലേ കിങ്സിനും അതുപോലെ തന്നെ ഫീനിക്സ് പ്രഭു ചേർന്നിട്ടാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു വളയുടെ കഥയാണ്. കുറച്ച് മിത്തിക്കലായിട്ട് ഒക്കെ ആദ്യം ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടി ടൈറ്റിലിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ഒരു കഥ, സ്റ്റോറി ടെല്ലിംഗ് പോലെ. പക്ഷേ ആക്ച്വലി ദിസ് ഈസ് റിയലിസ്റ്റിക് ഡ്രാമ, കോമഡി, പിന്നെ കുറച്ച് ഫൈറ്റൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. ഈ കഠിനകഠോരമി, അണ്ടകടാഹം ഞാൻ പണ്ട് റിവ്യൂ ചെയ്തിട്ടുള്ള ആ സമയത്ത് എനിക്കത് ഭയങ്കര ഓവർ ഡ്രാമാറ്റിക് ആയിട്ടും ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ട് അവസാനം. പക്ഷെ ഇത് അത്രയില്ല. ഇത് ഞാൻ പറഞ്ഞത് ഇത് കുറച്ചും കൂടെ ഒരു ഓവർ ദ ടോപ്പാണ്, കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വള, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വള. ആ വളയുടെ പുറകെ കുറേ ആളുകൾ, അത് വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. വളരെ എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഗംഭീരങ്ങനായിരുന്ന സിനിമകളിലല്ല, പക്ഷെ ഒട്ടും ബോറടിക്കാതെ, വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ നമുക്ക് പരിചയമുള്ള കുറേ കാസ്റ്റിങ്ങുള്ള, എസ്പെഷ്യലി കേൾട്ടൻ, മലപ്പുറം ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ലുക്മാനുണ്ട്, നവാസ് വള്ളിക്കുന്നുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ലുക്മാനും നവാസ് വള്ളിക്കുന്നും സാധാ CPO ആയിട്ടാണ്. അവർ രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ലുക്മാനാണ് ഇതിൽ ഒരു ഹീറോ ലെവലുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, പ്രൊട്ടഗണിസ്റ്റായിട്ട്. പുള്ളിയുടെ ഞാൻ പറഞ്ഞില്ലേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ഇമോഷണൽ സീൻസും കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ തന്നെ. നവാസ് വള്ളിക്കുന്ന്, പിന്നെ ഒരു പോലീസ്, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ രാധാകൃഷ്ണൻ, പുള്ളി അറിയാലോ, നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ ഉള്ള വില്ലൻ, ഉള്ളൊഴുക്കിലൊക്കെ ഉള്ള പുള്ളിയുടെ ഒരു IPS ഓഫീസറാണ്, നോർത്തിയാണ്. പുള്ളിയുടെ പേര് നൈസാണ്, ഇന്ദ്രേഷ് കുമാർ IPS. പുള്ളി അധികം സീൻസില്ല, 1-2 സീൻസേ ഉള്ളൂ. പുള്ളിയും ആസ് യൂഷ്വൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ പിന്നെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രീജ രവിയുടെ മോള് രവീണ രവി. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിലാണ് വളയിരിക്കുന്നത്. അപ്പോൾ ഈ ധ്യാൻ ഇവരും തമ്മിലുള്ള കോമ്പിനേഷൻ, ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, ധ്യാൻ പണി അറിയാവുന്ന ആൾക്കാരെ കൈ കിട്ടി കഴിഞ്ഞാൽ ധ്യാൻ നീറ്റാണ്. ഞാൻ ലാസ്റ്റ് മറ്റേ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനകത്താണ് ധ്യാൻ നന്നായി ചെയ്ത് കണ്ടത്. അതിന് ശേഷം കുറേ ചവറ പോലെ കുറേ ധ്യാൻ ബോംബിട്ട് പോകാറുണ്ടല്ലോ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൽ ധ്യാൻ ക്യാരക്ടർ പിടിച്ച് കുറച്ചൊരു പുരുഷൻ അനുഗ്രഹിക്കണം, പുരുഷൻ നായർ എന്നാണ് ധ്യാൻ്റെ കഥാപാത്രങ്ങളുടെ പേര്. അപ്പോൾ ഒരു നായരാണെന്നുള്ള, കുറച്ച് പണക്കാരനാണെന്നുള്ള, കുറച്ച് പൊളിറ്റിക്സും പരിപാടിയൊക്കെ ഉള്ള, കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള, അത് ധ്യാൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ധ്യാനിൻ്റെ സീൻസൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ഇനി പറഞ്ഞ രവീണ രവിയായിട്ടുള്ള കോമ്പിനേഷൻ. ഇതിൽ ഫസ്റ്റ് നൈറ്റ് സീൻ ഉണ്ട്. കുറേ നാളെ 80s 90s ഉള്ള പോലത്തെ ഫസ്റ്റ് നൈറ്റ് സീൻസ് കണ്ടിട്ട്. ഇതിൽ 2 ഫസ്റ്റ് നൈറ്റ് സീൻസ് ഉണ്ട്. ഒന്ന് ധ്യാനും പിന്നെ രവീണ രവിയായിട്ടുള്ളതും, അതുപോലെ തന്നെ ലുക്മാൻ്റെ പേരായിട്ട് അഭിനയിച്ച ഒരു തമ്പാട്ടി കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇല്ലത്താണോ വകയില്ല, ഇല്ലത്തെന്ന് ഒളിച്ചോടി. പിന്നെ അവിടെ അങ്ങനെ കുറേ ഭ്രഷ്ടും അങ്ങനത്തെ പരിപാടിയും കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു പിന്നെ കഥാപാത്രമായിട്ടുള്ള ഈ കോമ്പിനേഷനുള്ള ഫസ്റ്റ് നൈറ്റ് ഉണ്ട്. അങ്ങനെ 2 ഫസ്റ്റ് നൈറ്റ്. പക്ഷേ ധ്യാൻ്റെ ഫസ്റ്റ് നൈറ്റ് സീൻ എന്താണെന്ന് വെച്ചാൽ, ധ്യാൻ കിടന്നിട്ട് അപ്പുറം രവീനെ കാണുന്നില്ല. ധ്യാൻ ചരിഞ്ഞ് കിടന്ന് അപ്പുറം ആളെ കാണണ്ടേ. ഡ്രോൺ വെച്ചെടുക്കുന്നതായിരുന്നു നല്ലത്. ശീതൾ ജോസഫിൻ്റെ കഥാപാത്രം ഒരു കുഞ്ഞു വള പറയും. എന്തായി കുഞ്ഞു വള? ഇത്രയും തൂക്കമുള്ള വള, ഇത്രയും ഒരു 10 പവനെങ്കിലും കാണും, അതാണ് കുഞ്ഞു വള. അത് പിന്നെ സർക്കാസ്റ്റിക്കാണ്. അങ്ങനെയുള്ള ഒരു സിനിമ. പിന്നെ ഒരു എപ്പിസോഡുണ്ട് വിജയരാഘവനും ശാന്തികൃഷ്ണനും കൂടെ ഉള്ളത്. ദാറ്റ് വാസ് നൈസ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദി സോങ്ങൊക്കെ ഉള്ളത്. അവിടെ പ്രായമായിട്ടും അവരുടെ ആ ഒരു കെമിസ്ട്രിയും അവരുടെ ഒരു ലവും റിലേഷൻഷിപ്പും കാര്യങ്ങൾ കാണിക്കുന്നത് വളരെ നൈസായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ ഓവർ ഡ്രാമാറ്റിക് ആവാതെ, അങ്ങനെ ഓവർ ഡ്രാമാറ്റിക്കായി പോകുന്നത്. പിന്നെ അതങ്ങ് പിടിച്ച് പരിപാടി തീർത്ത്. പിന്നെ ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതിൽ വല്ലാതെ അങ്ങനെ ലോജിക്കലി നോക്കാനുള്ള പരിപാടിയൊന്നുമില്ല.
പിന്നെ ഇതിലൊരു ഇൻസിഡൻറ്റ് കാണിക്കുന്നുണ്ട്. വാട്ട്സ് ദാറ്റ് റൈറ്റ് പോലെ സംഭവം അത് കമ്മ്യൂണൽ റൈറ്റ് ആണോ? എന്താണ് അർഷദ് ഉദ്ദേശിച്ചത്? അത് റിയൽ ഇൻസിഡൻ്റ് ആണോ അല്ലെങ്കിൽ എന്താ മറ്റേ എന്തെങ്കിലും അങ്ങനെ ദാറ്റ്സ് നോട്ട് ക്ലിയർ. അതെന്താണ് സിനിമ കണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു കമ്മ്യൂണൽ റൈറ്റ് കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫുട്ബോളിൻ്റെ പ്രാന്തം വരെയുള്ള സ്ഥലം. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ബ്രസീൽ അർജന്റീനയൊക്കെ ആണെങ്കിലും തന്നെ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ റൈവലറി ഇത്രയും വർഷം കൊണ്ട് നിലനിൽക്കുന്നത് മെസ്സിയും CR7 തമ്മിലാണല്ലോ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് അതവർ നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫൈറ്റ് ഉണ്ട് അതിനകത്ത്, ആസ് ഇൻ ദ റിയൽ ലൈഫ് ക്രിസ്ത്യാനോ അടികൊണ്ട് തുറന്നതാണ് അതിൻ്റെ അവസാനമുള്ള പരിപാടി. ക്രിസ്ത്യാനോ, ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഇഫ് യു ആർ വാച്ചിങ് വള അടികിട്ടി തൂറ്റിച്ച് വിട്ടിട്ടുണ്ട് ഫ്രം ദ റിയൽ ഗോട്ട് മെസ്സി. ഗോകുലൻ സ്ഥിരം ഇവരുടെ ടീമിലുള്ള ഖാലിദിൻ്റെയും ഇവരൊക്കെ ടീമിലുള്ള ആളാണ്. പിന്നെ അബൂ സലീം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ഷാഫി, അദ്ദേഹം ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സീനിലുള്ള കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐറോണിക്കലായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഓയോയ്ക്ക് പകരം വായോ.